നമ്മുടെ ലീലാമിനീസ് മേരിക്കുട്ടിയുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായോ എന്തോ. എന്താകാൻ? മേരിക്കുട്ടിക്ക് ഇത് 10ാം മാസാ. ഓഹോ, 10 പിന്നെ 11. ആങ്കൊച്ചായിരിക്കും. ഇപ്രാവശ്യം വയറിത്തിരി വലുതാ. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്രാവശ്യം ആശുപത്രി മതി. ഇത് 3ാമത്തതല്ലേ, ഇനി ഇതങ്ങ് നിർത്താം. അവിടെ ആകുമ്പം അതിന്റെ ഓപ്പറേഷൻ കൂടി നടത്താം. എന്താ? ഭർത്താവിനോട് ഞാൻ പറയണോ? വേണ്ട. എന്റെ കുര്യാക്കോസേട്ടാ, ഇതൊന്നും വലിയ സാമർത്ഥ്യമല്ല. മതി, 3 എണ്ണം മതി. പുരുഷനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു, പോരെ. പക്ഷെ ഈ പ്രാവശ്യം കെട്ടിയോളോ ഒരു വഴിതടയിൽ സമരം നടത്തിയേ പറ്റും. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ. ഞങ്ങളുടെ സഹായം വല്ലതും വേണോ? ഓ, ഞങ്ങളവന് നിർത്തിയടി ലീലാമൊക്കെ. അയ്യോ പൗലോസേട്ടാ, ആ കാര്യമല്ല സിസ്റ്റർ ചോദിച്ചത്. കൊല വെട്ടാൻ സഹായിക്കണോന്ന്. കൊലപ്പിച്ചെടുക്കാമെങ്കിൽ വെട്ടിയെടുക്കാനാണോ പാട്? മോളമ്മ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോണ്. രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറിയിരുന്ന കാപ്പ് പിടിച്ചിട്ട് പോവാം. ഇന്ന് സമയമില്ല ഏട്ടത്തി. ഹെൽത്ത് സെന്ററിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങാൻ മുണ്ടക്കയത്ത് പോണം. വരട്ടെ മോളമ്മേ. ഗുരുവായൂരപ്പ ഭഗവാനെ, അവന് സൽബുദ്ധി തോന്നിക്കണേ. പിടിച്ച ഉടനെ സത്യമെല്ലാം തുറന്നു പറയാനുള്ള സന്മനസ് അവനുണ്ടാകണേ. അടിയനെ ബുദ്ധിമുട്ടിക്കാതെ തൊണ്ടി സാധനങ്ങളെല്ലാം അവൻ തന്നെ സ്വയം എടുത്തു തരാനുള്ള മഹാമനസ്കത അവൻ കാണിക്കണേ ഭഗവാനെ. ഗുരുവായൂരപ്പ ഭഗവാൻ. എന്താണ് എന്റെ പരമാനന്ദ പിള്ള ചേട്ടാ? ഏതെങ്കിലും കള്ളൻ കട്ടെടുത്തതൊക്കെ പോലീസുകാരെ ഏൽപ്പിച്ച ചരിത്രമുണ്ടോ? കാദർ ഈ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അന്യന്റെ സ്വകാര്യ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടില്ല. ഈശ്വരനോടും സ്വകാര്യ സംഭാഷണോ? ഇത്രയും ശുദ്ധാത്മാവായ പരമാനന്ദ പിള്ള ചേട്ടൻ എന്തിനാ പോലീസിൽ ചേർന്നത്? വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഈശ്വര്യമ്മ കാരണം എല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അതാരെ ഈശ്വര്യമ്മ? ഓ, ഈശ്വരന്റെ കെട്ടുകളായിരിക്കും. എന്റെ ഭാര്യയുണ്ടോ? ഉത്തരവ്. അധികാരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമേ മകളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന് ഈശ്വരയുടെ അച്ഛനൊരു വാശി. ഈശ്വരിയെ കെട്ടിയേ അടങ്ങുമെന്ന് എനിക്ക് കൊള്ളാം. പോയി പോലീസിൽ ചേർന്നു. അതാണ് സംഭവിച്ചത്. ആരെയും നുള്ളി നോവിക്കാതെ പെൻഷൻ വാങ്ങിക്കാൻ കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി 2 വർഷം കൂടെ ഉണ്ട്. കാത്തിരക്ഷിക്കണേ. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. വെരി വെരി താങ്ക്സ്. എന്തു തന്നെയായാലും നമ്മുടെ അച്ഛൻ പറയുന്നതിനപ്പുറത്ത് ഒന്നുമില്ല. അച്ഛൻ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്യാം. എന്തു പറയുന്നു? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കെ. എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം? അച്ഛന്റെ തീരുമാനം തന്നെയാ ഞങ്ങളുടെയും തീരുമാനം. ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നേക്കാൾ കഴിവ് പഞ്ചായത്ത് പ്രസിഡന്റല്ലേ? അല്ലച്ചോ, ജാതി മതഭേദം നോക്കാതെ ഈ നാട്ടുകാർക്ക് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ ഒരു അംശം പോലും 15 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്ക് പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരാളുള്ളൂ. സന്തോഷം. ഇതിൽ കൂടുതൽ ഒരു പുരോഹിതൻ എന്താ വേണ്ടത്? അങ്ങനെ കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കുക. വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരി ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിലായാലും തെക്കുകിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്തിട്ടാട്ടെ.
ദുരിതാശ്വാസ നിധി പേമാരി 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 പിരിവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത മാങ്ങയോ വല്ലതാണോ പിടിച്ചകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് ഏ വകുപ്പ് വകുപ്പ് വകുപ്പോ? നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തിയ ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണ അല്ലട. ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണി എന്നാ. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്താ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections, not to questions or answers in the nation, rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേര് ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തി തരാം. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? തരാം, ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി തരാം. ഒരു ചായ സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലൂത്തത്തില്ല. അന്തോണി അവിടെ ഒന്ന് നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടേ, ഞാനിങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാനുണ്ട് വിചാരിച്ചു. അതൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കുകയല്ല മോനെ. കടുവായെ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടാന്ന് കൂട്ടിക്കോളൂ. എണ്ണി എണ്ണി എടുത്തോ. ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവരുടെ പേര് തന്നെ തിരുവന്തോണി എന്ന. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലെ. വാഴക്കുല വേണോ ജഗതമ്മേ? വേണോന്നോ? പിന്നെന്തിനതോടെ കൊണ്ടുവന്നേ? എങ്കിൽ എണ്ണ എടുത്തിട്ട് കാശിങ്ങതാ. പാലോചേട്ടൻ നിന്നെ എണ്ണിയാ മതി. എന്നിട്ട് അതിന്റെ വില പെട്ടിന്നെടുത്തു. കൈ ഒഴിയാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല അതെറ്റ് ആരെയും വിശ്വസിക്കരുത്. ജഗതമ്മയുടെ കൈ ഒഴിയുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കുമോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധിക്ക. അതെ, പ്രസിഡന്റിന് ഈ പ്രശ്നം മത്തായി മുതലാളിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. അയാള് വെറും മത്തായി അല്ല,